ഏറ്റവും കൂടുതൽ ഗാർഡനിങ് താല്പര്യമുള്ളവർക്കും പൂക്കളെ സ്നേഹിക്കുന്നവർക്കുമായിട്ട് ഗാർഡൻ ഒരുക്കാൻ ഏറ്റവും നല്ലൊരു ക്ലൈംബറാണ്, ഒരു ഫ്ലവറിങ് ക്ലൈംബറാണ് ഈ കാണുന്ന ചെടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇതിൻ്റെ പേരാണ് കാറ്റ്സ് ക്ലൗ എന്ന് കോമൺലി അറിയപ്പെടുന്ന ഒരു ചെടി. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഡോളിചന്ദ്ര ആംഗ്വിസ് കാറ്റി എന്നാണ്. വളരെ മനോഹരമാണ് അതിൻ്റെ പൂക്കൾ. നല്ല മഞ്ഞ നിറം, സ്വർണ്ണവർണ്ണ നിറം, വളരെ ബ്യൂട്ടിഫുള്ളാണ്. കാരണം ഒരു ഫ്ലവർ വോളോ ഒരു ഫ്ലവർ സ്ട്രക്ചറോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചെടി മതി. ഇതൊരു ചെടി ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ മൊത്തം പൂക്കൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ കഴിയും. അതായത് ഒരു ചെടി കൊണ്ട് തന്നെ ഇത്രയേറെ പൂക്കൾ കിട്ടുന്ന, അല്ലെങ്കിൽ ഉദ്യാനം പൂക്കൾ കൊണ്ട് നിറയ്ക്കാനോ, അല്ലെങ്കിൽ ഏതൊരു സ്ഥലമാണെങ്കിലും ഫ്ലവേഴ്സ് കൊണ്ട് നിറയ്ക്കാനായിട്ട് നിങ്ങളൊരു ചെടി അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇതുപോലെ സ്യൂട്ടായ മറ്റൊരു ചെടി ഉണ്ടാവില്ല. അത് നമ്മുടെ കാറ്റ്സ് ക്ലൗ ആണ്. വളരെ മനോഹരമാണ് ഈ പൂക്കളെ കാണാനായിട്ട്. ഇതിന് ഈ പേര് വരാനൊരു കാരണമുണ്ട്. ഈ ചെടിയുടെ ലീഫുകളുടെ അടുത്തായിട്ട് പൂച്ചയുടെ ക്ലോ പോലെ ഒരു സ്ട്രക്ചർ കാണാം. 3 നഖങ്ങൾ ഇരിക്കുന്ന പോലെ നമുക്ക് കാണാം. അതായത് ഒരു ഹുക്ക് മാതിരിയാണ്. അത് വെച്ചിട്ടാണ് ഈ ചെടി ക്ലൈംബ് ചെയ്ത് കയറി പോകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സപ്പോർട്ടിങ് ഡിവൈസാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ചെടിക്ക് കാറ്റ്സ് ക്ലോ എന്ന് പേര് കിട്ടിയിരിക്കുന്നത്. പൂച്ചയുടെ നഖം പോലെ ഇങ്ങനെ കയറി അള്ളിപ്പിടിച്ച് കയറി പോകുന്ന പോലെയുള്ള ഒരു ക്രീപ്പറാണിത്. അപ്പോൾ അതൊരു ചെറിയ തോൺ ഇഫക്റ്റുള്ള ഭാഗമാണ്. എന്നിരുന്നാലും അതിന് നല്ല ഭംഗിയാണ് ഈ ചെടിയെ കാണാൻ. അതിൻ്റെ ഇലയ്ക്കാണെങ്കിൽ നല്ല ഗ്രീൻ ലീഫും ഒരു ലൈറ്റ് യെല്ലോ ലീഫും അതിൻ്റെ ഇടയിലായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ തളിരിലകളൊക്കെ ലൈറ്റ് യെല്ലോ ആയിട്ട് കാണുന്നുണ്ട്. നല്ലൊരു പൂവാണ്. അതെന്തോ ഒരു ട്യൂബുലാർ ഫ്ലവറാണിത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ഫ്ലവർ വോൾ ഉണ്ടാക്കാനോ ഒരു ഒരു റൂഫ് പോലെ ഫ്ലവർ റൂഫ് ഉണ്ടാക്കാനോ എന്തുകൊണ്ടും ഈ ചെടിയാണ് ഏറ്റവും ബെസ്റ്റ്. വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു ചെടിയാണിത് കേട്ടോ. ഇതിൻ്റെ ഓൾഡ് സ്റ്റെമെല്ലാം നല്ല വുഡി ടൈപ്പാണ്. അപ്പോൾ ഒത്തിരി നാൾ നിലനിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്ലവേഴ്സ് കിട്ടുക, എല്ലാ വർഷവും നിറഞ്ഞു പൂക്കുന്ന ചെടിയാണിത്. എൻ്റെ ബാൽക്കണി ഗാർഡനിൽ ഞാൻ നട്ടു വളർത്തിയിട്ടുള്ള കാറ്റ്സ് ക്ലൗ ആണിത്. ഇത് സെക്കൻഡ് ടൈമാണ് അതിൽ പൂക്കൾ വരുന്നത്. ഫസ്റ്റ് ടൈം കുറച്ച് പൂക്കൾ വന്നിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി പൂക്കൾ വന്നിട്ടുണ്ട്. ബിഗ്നോണിയേസി എന്ന് പറയുന്ന പ്ലാന്റ് ഫാമിലിയിലാണ് ഈ ചെടി ഉൾപ്പെടുന്നത്. ജീനസ് ഡോളിചന്ദ്ര, സ്പീഷീസ് ആംഗിസ് കാറ്റി.